ഇറാനുമായി വലിയ ഒരു കരാറുണ്ടാക്കാനുള്ള നീക്കത്തിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണാപത്രത്തിൽ ട്രംപ് പുതിയ ഭേദഗതികൾ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട്. ഹോർമൂസ് കപ്പൽ പാതയിൽ സംഘർഷം കനക്കുകയാണ്. അതേസമയം US-ന്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ജനതയുടെ താൽപര്യം സംരക്ഷിക്കാത്ത ഒരു കരാറും അംഗീകരിക്കില്ലെന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിഫ പറഞ്ഞു. MC നാസറിന്റെ വിശദാംശങ്ങളുമായി. നാസർ, എന്താണ് സംഭവിക്കുന്നത്? ഇറാൻ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. പക്ഷേ ഒരു വലിയ കരാറിലേക്ക് പോകുമ്പോൾ, അത്തരത്തിലൊരു ധാരണാപത്രത്തിലേക്ക് പോകുമ്പോൾ ഇറാൻ ഒന്നുകൂടെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? നിലപാടിൽ ഉറച്ചു നിന്നാൽ ഒരു സമാധാന കരാറിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ വിദൂരമല്ലേ? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണമാണ് നമ്മളിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് വലിയൊരു കരാറിലേക്കുള്ള നീക്കമാണ് തുടരുന്നത്. ആ കരാർ വൈകാതെ തന്നെ രൂപപ്പെടുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി കരാർ ഉണ്ടാവുന്നില്ല എങ്കിൽ ആക്രമണം പുനരാരംഭിക്കാൻ താൻ മടിക്കുകയില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഫോക്സ് ന്യൂസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പുതിയ ചില കടുത്ത ഭേദഗതി നിർദ്ദേശങ്ങളാണ് പാകിസ്ഥാൻ മുഖേന ഇപ്പോൾ ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാന് വിട്ടു നൽകാനുള്ള സ്വത്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതൊക്കെയും ഈ ഒരു ഭേദഗതി നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് വരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇറാന്റെ പ്രതികരണം അടുത്ത 3 മുതൽ 7 ദിവസം വരെ തങ്ങൾ കാത്തിരിക്കും. അതിനുള്ളിൽ ഇറാന്റെ പ്രതികരണം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് അമേരിക്കൻ ഭരണകൂടമുള്ളത്. പക്ഷേ അതേസമയം ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിഫിന്റെ ഏറ്റവും പുതിയ പ്രതികരണം വ്യക്തമാക്കുന്നത് ഒരു നിലക്കും തങ്ങൾ ഇറാൻ ജനതയുടെ താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ടുള്ള ഒരു കരാറിലേക്ക് നീങ്ങുകയില്ല എന്നാണ്. അപ്പം രണ്ടു കൂട്ടരും നിലപാടുകൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടൽ മേഖലയിൽ കാര്യങ്ങൾ കുറെ കൂടി സംഘർഷപൂർണ്ണമായി തന്നെ തുടരുകയാണ്. മിക്ക കപ്പലുകൾക്കും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഡ്രോൺ വെടിവെച്ചിട്ടതായി IRGCയുടെ ഒരു പ്രസ്താവന ഇന്ന് രാവിലെ പുറത്തു വരികയും ചെയ്തു. വിദേശ പാർലമെന്റ് സ്പീക്കറുടെ അവരുടെ നിലപാടനുസരിച്ച് ഇറാൻ ജനതയുടെ താൽപര്യം സംരക്ഷിക്കാത്ത ഒരു കരാറും അംഗീകരിക്കില്ല. ഈ നിലപാട് മുൻപേ തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ്. എപ്പോഴുള്ള പ്രതികരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ്. ഇറാൻ ജനതയുടെ താൽപര്യം ഹോർമൂസ് വിട്ടുകൊടുക്കില്ല. യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് ഇറാൻ വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ ആ നിലപാട് ഏത് രീതിയിൽ US അംഗീകരിക്കും? അത് ഇസ്രായേലിന് എത്രത്തോളം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് US അതിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് എത്രത്തോളം പോസിബിൾ ആകും, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമാകും എന്നുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സംശയമാകുന്നതും ഈ സമാധാന കരാർ ഇത്രയധികം നീണ്ടുപോകാൻ ഇടയാക്കുന്നതും. അപ്പോൾ ഇസ്രായേലിന് ഏത് രീതിയിലായിരിക്കും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ US-ന്റെ ഇടപെടൽ ഉണ്ടാകുക? ഇതിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക, സൈനികമായിട്ടും അതോടൊപ്പം തന്നെ ഉപരോധങ്ങൾ കടുപ്പിച്ചുകൊണ്ടും പരമാവധി ഇറാനെ ഒരു കരാർ പ്രേരിപ്പിക്കുക ാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചു വരുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരമാവധി വിലപേശൽ നടത്തുക എന്ന ആ ഒരു പ്രഖ്യാപിത നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ അമേരിക്കയെ കൂടുതൽ വിഷമവൃത്തത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു നയമാണ് ഇറാനും സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്ന പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിഫ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണവും അക്കാര്യം തന്നെയാണ് തെളിയിക്കുന്നത്. കാരണം ഇറാൻ ജനതയുടെ താല്പര്യങ്ങൾ, ഇറാനിന്റെ പൊതുവായ താല്പര്യങ്ങൾ, ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അതായത് ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള പരമാധികാരത്തിൽ ഒരു കോംപ്രമൈസിനും തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഏതെങ്കിലും രാജ്യത്തിന് കൈമാറുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല. യുറേനിയം പദ്ധതിയുമായിട്ട് അല്ലെങ്കിൽ യുറേനിയം സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, ആ പദ്ധതികളുമായി തന്നെ രാജ്യം മുന്നോട്ട് പോകുമെന്ന് കൂടി ഇറാൻ പറഞ്ഞു വെക്കുമ്പോൾ, കാരണം അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ ആഭ്യന്തരമായിട്ട് അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പാർലമെന്റ് സ്പീക്കർക്കും ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ നിലപാടിൽ, പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു യുദ്ധത്തിന് തങ്ങൾ സജ്ജമാണ് എന്ന് രണ്ടു കൂട്ടരും ഒരേ സ്വരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിനുള്ള എല്ലാ ആയുധങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. IRGCയും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. തങ്ങളുടെ പക്കൽ എല്ലാവിധ എത്ര നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനായാലും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആക്രമണമാണെങ്കിൽ അതിലേക്ക് നീങ്ങാം, അതിനെ തങ്ങൾ ശക്തമായി തന്നെ ചെറുക്കും. അതെല്ലാം അടിച്ചേൽപ്പിക്കലിലൂടെ ഒരു കരാർ രൂപപ്പെടുത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് കൂടി ഇറാൻ ആവർത്തിച്ച് പറയുകയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ തങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ ഈ ധാരണാപത്രം അടിക്കടി മാറുന്നത് ചർച്ചയ്ക്ക് വലിയ തോതിൽ തന്നെ തിരിച്ചടി ഏൽപ്പിച്ചിട്ടുണ്ട്. വിനിഷ.